നമസ്കാരം. N4 ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വെങ്ങിണിശ്ശേരി കപ്പക്കാട് ബണ്ടിന് സമീപം വെള്ളം നിറഞ്ഞ പാടത്ത് അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ വീണ്ടും യുവാക്കൾ തമ്മിൽ സംഘർഷം. സോഡാ കുപ്പികൾ വലിച്ചെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. ഓൺലൈൻ ഭക്ഷ്യവിതരണ ഏജൻസിയിൽ നിന്ന് ഓർഡർ ചെയ്തെത്തിയ ചിക്കൻ ഷവായി മന്തിയിൽ ചിക്കന്റെ എല്ലുകൾ മാത്രം. ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരും ലോക്കൽ ടാക്സി ഡ്രൈവർമാരും ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഏറ്റുമുട്ടി. മറ്റത്തൂരിലെ പ്രകൃതി രമണീയമായ കുഞ്ഞാലിപ്പാറ പ്രദേശത്ത് വിനോദസഞ്ചാര കേന്ദ്രം ഒരുങ്ങുന്നു. വിശദമായ വാർത്തയിലേക്ക്. വെങ്ങണിശ്ശേരി കപ്പക്കാട് ബണ്ടിന് സമീപം വെള്ളം നിറഞ്ഞ പാടത്ത് അജ്ഞാത മൃതദേഹം കണ്ടെത്തി. 50 വയസ്സ് പ്രായം വരുന്ന പുരുഷന്റേതെന്ന് തോന്നിക്കുന്ന മൃതദേഹത്തിന് ഒരാഴ്ചയോളം പഴക്കമുണ്ട്. മൃതദേഹം പൂർണ്ണമായും അഴുകിയ നിലയിലാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ വെള്ളം നിറഞ്ഞ പാടത്തെ കുളവാഴകൾക്കിടയിൽ നാട്ടുകാരാണ് മൃതദേഹം കണ്ടെത്തിയത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് മൃതദേഹം കരക്കെത്തിച്ചു. ചേർപ്പ് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ വീണ്ടും യുവാക്കൾ തമ്മിൽ സംഘർഷം. സോഡാ കുപ്പികൾ വലിച്ചെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. നിരവധി യുവാക്കൾ തമ്മിൽ അസഭ്യവർഷം നടത്തി. അടുത്തുള്ള കടകളിൽ നിന്നുമാണ് സോഡാ കുപ്പികളടക്കം എടുത്ത് പരസ്പരമെറിഞ്ഞ് സംഘർഷം സൃഷ്ടിച്ചത്. ബസ് സ്റ്റാൻഡിലുള്ളവരും നാട്ടുകാരും പോലീസിൽ വിവരമറിയിച്ചു. പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ട ഇവരിൽ കുറച്ചുപേരെ നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികളുമായി സംഘർഷമുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾക്കു നേരെ നടപടിയെടുക്കുകയും ചെയ്തിരുന്നു. നഗരത്തിലെ തിയേറ്ററുകളിലും സമാന രീതിയിൽ സംഘർഷമുണ്ടായിരുന്നു. ഓൺലൈൻ ഭക്ഷ്യവിതരണ ഏജൻസിയിൽ നിന്ന് ഓർഡർ ചെയ്തെത്തിയ ചിക്കൻ ഷവായി മന്തിയിൽ ചിക്കന്റെ എല്ലുകൾ മാത്രം. മനക്കൊടിയിലുള്ള സ്റ്റുഡിയോ ഉടമയാണ് ഈ കാര്യം വീഡിയോയിലൂടെ പങ്കുവച്ചത്. 4 പീസ് ചിക്കന്റെ എല്ലുകളാണ് മാംസമില്ലാതെ പാഴ്സലിൽ നിന്ന് ലഭിച്ചത്. ഓൺലൈൻ ഭക്ഷ്യവിതരണ ശൃംഖല വഴി വീട്ടിലേക്ക് റൈസ് വിത്ത് മന്തി ക്വാർട്ടർ ഓർഡർ നൽകി. 300 രൂപയ്ക്ക് പൂങ്കുന്നത്തെ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം മനക്കൊടിയിലെ സ്റ്റുഡിയോ നടത്തുന്ന റിജോയുടെ വീട്ടിലെത്തുന്നത്. റൈസും ചിക്കനും വെവ്വേറെ പാത്രത്തിൽ ഒരു കഷ്ണം എടുത്ത് കഴിച്ചതിന് ശേഷം ബാക്കിയുള്ളത് പാത്രത്തിലേക്ക് ഇട്ടപ്പോൾ 4 എല്ലിൻ കഷ്ണങ്ങൾ വന്നു വീണു. എല്ലിനു ചുറ്റും മാംസമുണ്ടായിരുന്നില്ല. ഭക്ഷണാവശിഷ്ടം പാക്ക് ചെയ്ത് അയച്ചതാണെന്നാണ് റിജോയുടെ പരാതി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഭക്ഷണം കൊടുത്തയച്ച ഹോട്ടലിലേക്ക് വിളിച്ചന്വേഷിച്ചു. ജ്യൂസി ടൈപ്പ് ചിക്കൻ ആയതുകൊണ്ട് ചിക്കൻ വേർതിരിയും എന്നാണ് അവർ നൽകിയ മറുപടി. ഇത് സംബന്ധിച്ച പരാതി കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി റിജോ പറഞ്ഞു. ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരും ലോക്കൽ ടാക്സി ഡ്രൈവർമാരും ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഏറ്റുമുട്ടി. ക്ഷേത്ര നഗരിയിൽ ഇരുവിഭാഗം തമ്മിലുള്ള സംഘർഷം പതിവായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് പരാതി നൽകാൻ എത്തിയതാണ് 50ഓളം വരുന്ന ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ. ഇതിനിടയിലാണ് ഒരു വിഭാഗം ലോക്കൽ ടാക്സി ഡ്രൈവർമാർ സ്റ്റേഷൻ പരിസരത്തെത്തിയത്. ഇരുവിഭാഗവും തമ്മിൽ ഏറെ നേരം വാക്കേറ്റവും ഉന്തും തള്ളുമായി. പോലീസ് ഇരുവിഭാഗത്തെയും സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി താക്കീത് നൽകി. ക്ഷേത്രനടയിൽ നിന്ന് ഓൺലൈൻ ടാക്സിയിൽ യാത്രക്കാരെ കയറ്റാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് ലോക്കൽ ടാക്സി ഡ്രൈവർമാർ. ക്ഷേത്രനടയിൽ വ്യാപകമായി ഇതിനെതിരെ ഫ്ലക്സ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇവ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ നഗരസഭയിൽ പരാതി നൽകി. അനധികൃതമായി സ്ഥാപിച്ച ഫ്ലക്സുകൾ നീക്കം ചെയ്യുമെന്ന് നഗരസഭ അറിയിച്ചതോടെ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ ഇവ നീക്കം ചെയ്യാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. വലിയ പെർമിറ്റ് തുക അടച്ച് സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള വാടക വാങ്ങി സർവീസ് നടത്തുമ്പോൾ ഓൺലൈൻ ടാക്സികൾക്ക് ഇതൊന്നും ബാധകമല്ലെന്ന് ലോക്കൽ ടാക്സി ഡ്രൈവർമാർ ആരോപിക്കുന്നു. ഹൈക്കോടതി വിധി പ്രകാരമാണ് തങ്ങൾ സർവീസ് നടത്തുന്നതെന്നും പോലീസ് സംരക്ഷണം നൽകണമെന്നും ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരുടെ സംഘടനയായ സെൽഫ് എംപ്ലോയീസ് ഡ്രൈവേഴ്സ് യൂണിയൻ ആവശ്യപ്പെട്ടു. ടാക്സി സ്റ്റാൻഡുകളുടെ 150 മീറ്റർ ദൂരപരിധിയിൽ യാത്രക്കാരെ കയറ്റരുതെന്ന് ഓൺലൈൻ ടാക്സികൾക്ക് പോലീസ് നിർദ്ദേശം നൽകി.
ബുക്ക് ചെയ്തത് പ്രകാരം സ്ഥലത്തെത്തിയാൽ യാത്രക്കാരില്ലാത്ത അവസ്ഥയാണ്. ഇതും സംഘർഷത്തിന് ഇടയാക്കുന്നുണ്ട്. ഫേക്ക് ബുക്കിംഗ് നടത്തുന്നവർക്കെതിരെയും കർശന നടപടി എടുക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. മറ്റത്തൂരിലെ പ്രകൃതി രമണീയമായ കുഞ്ഞാലിപ്പാറ പ്രദേശത്ത് വിനോദസഞ്ചാര കേന്ദ്രം ഒരുങ്ങുന്നു. ടൂറിസം പദ്ധതിയുടെ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ടൂറിസം പ്രൊമോഷൻ കൌൺസിലിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ ഉൾപ്പെടുത്തിയാണ് കുഞ്ഞാലിപ്പാറയിൽ വിനോദസഞ്ചാര കേന്ദ്രം ഒരുക്കുന്നത്. കുഞ്ഞാലിപ്പാറ ടൂറിസം പ്രൊജക്ടിന് ആവശ്യമായ തുക മറ്റത്തൂർ പഞ്ചായത്തും DTPCയും സംയുക്തമായി ചെലവഴിക്കും. പദ്ധതിക്കായി നേരത്തെ മറ്റത്തൂർ പഞ്ചായത്ത് തയ്യാറാക്കിയ കരട് പദ്ധതിയിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ കുഞ്ഞാലിപ്പാറ ടൂറിസം നടപ്പാക്കാൻ ഒരുങ്ങുന്നതെന്ന് DTPC ഡെപ്യൂട്ടി ഡയറക്ടർ RC പ്രേംദാസ് പറഞ്ഞു. കുഞ്ഞാലിപ്പാറയിലെത്തുന്ന സഞ്ചാരികൾക്ക് ആവശ്യമായ ഇരിപ്പിടങ്ങൾ, വിളക്കുകൾ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഇതിനായി 1 കോടി രൂപയോളം ചെലവ് വരുന്ന പദ്ധതിയുടെ കരട് രൂപം തയ്യാറാക്കി ഉടൻ ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുമെന്ന് DTPC അധികൃതർ പറഞ്ഞു. DTPC സെക്രട്ടറി C വിജയരാജ്, സി എർത്ത് ആർക്കിടെക്ട് CP സുനിൽ എന്നിവർ അടക്കമുള്ളവരും കുഞ്ഞാലിപ്പാറ സന്ദർശിച്ച സംഘത്തിൽ ഉണ്ടായിരുന്നു. ഏറെക്കാലമായി മറ്റത്തൂരിലെ ജനങ്ങൾ കാത്തിരിക്കുന്ന സ്വപ്ന പദ്ധതിയാണ് കുഞ്ഞാലിപ്പാറ ടൂറിസം. പ്രദേശത്തിന്റെ പാരിസ്ഥിതിക പ്രാധാന്യം സംരക്ഷിക്കുന്നതിനൊപ്പം ജില്ലയിലെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായി കുഞ്ഞാലിപ്പാറയെ വികസിപ്പിച്ചെടുക്കാൻ ആവുമെന്ന പ്രതീക്ഷയിലാണ് പദ്ധതി ഒരുങ്ങുന്നത്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 70 രൂപ കൂടി. ഗ്രാമിന് 9470 രൂപ, പവന് 75,760 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെങ്ങിനിശ്ശേരി കപ്പക്കാട് ബണ്ടിന് സമീപം വെള്ളം നിറഞ്ഞ പാടത്ത് അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ വീണ്ടും യുവാക്കൾ തമ്മിൽ സംഘർഷം. സോഡാ കുപ്പികൾ വലിച്ചെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. ഓൺലൈൻ ഭക്ഷ്യവിതരണ ഏജൻസിയിൽ നിന്ന് ഓർഡർ ചെയ്തെത്തിയ ചിക്കൻ ഷവായി മന്തിയിൽ ചിക്കന്റെ എല്ലുകൾ മാത്രം. ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരും ലോക്കൽ ടാക്സി ഡ്രൈവർമാരും ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഏറ്റുമുട്ടി. മറ്റത്തൂരിലെ പ്രകൃതി രമണീയമായ കുഞ്ഞാലിപ്പാറ പ്രദേശത്ത് വിനോദസഞ്ചാര കേന്ദ്രം ഒരുങ്ങുന്നു. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംപ്രേക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.